NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായരെ പെരുന്നയിൽ പോയി കണ്ടത് സംബന്ധിച്ച് കൊടിക്കുന്നിൽ സുരേഷ് MP. പെരുന്നയിലേത് പതിവ് സന്ദർശനം മാത്രമെന്നും പിന്നിൽ രാഷ്ട്രീയമില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന സ്ഥലത്തെ MP എന്ന നിലയിലാണ് സന്ദർശനമെന്നും കൊടിക്കുന്നിൽ പ്രതികരിച്ചു. അല്ല, NSS ജനറൽ സെക്രട്ടറിയെ ഞാൻ NSS ആസ്ഥാനത്ത് കാണുകയുണ്ടായി. അത് ഇന്നലെ പ്രതിനിധിസഭ മീറ്റിംഗ് നടക്കുന്നതിന് തലേദിവസം കണ്ടത്. ഞാൻ ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ MP എന്ന നിലയിൽ ചങ്ങനാശ്ശേരി പോകുമ്പോഴൊക്കെ സമയം കിട്ടുകയാണെങ്കിൽ ഹെഡ് ഓഫീസിൽ പോവുകയും അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുകയും ചെയ്യുക പതിവാണ്. അങ്ങനെ ഒരു പതിവ് സന്ദർശനമാണ്. അതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമോ മറ്റു യാതൊന്നുമില്ല. എൻ്റെ ഒരു പതിവ് സന്ദർശനത്തിന്റെ ഭാഗമായി ഞാൻ അവിടെ പോയെന്ന് മാത്രമേ ഉള്ളൂ. ജനറൽ സെക്രട്ടറി കണ്ടതേ ഉള്ളൂ. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുകയാണ്. ദിലീപ് ദേവസ്യ, വൺസ് അഗൈൻ ഗുഡ് ഈവനിംഗ്. ജി സുകുമാരൻ നായരെ കാണാൻ പോയി എന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP പറയുന്നുണ്ട്. വോട്ടുകൾ സംബന്ധിച്ച് കോൺഗ്രസിന് നിലപാടില്ലാത്തതിനെ കുറിച്ച് ഒക്കെ അദ്ദേഹം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ പിന്നീട് ടെലിഫോണിലൂടെ റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴൊക്കെ പ്രതികരിച്ചതിന്റെ ഒരു പശ്ചാത്തലം നിലനിൽക്കുമ്പോഴുള്ള കൂടിക്കാഴ്ചയെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് വികസന കൂടിക്കാഴ്ചയെന്നാണോ? വെരി ഗുഡ് ഈവനിംഗ് സുജയ. അദ്ദേഹം പറഞ്ഞത് ഇതൊരു പതിവ് സന്ദർശനം മാത്രമാണെന്നാണ്. തൻ്റെ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ്. അതുകൊണ്ട് താൻ അവിടെ പോയതിൽ വലിയ രാഷ്ട്രീയമില്ല. താൻ എപ്പോഴും ആ ഹെഡ് ഓഫീസിൽ പോകാറുണ്ട് എന്നുള്ളതാണ്. ഇതിലെ നാട്ടിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ കണ്ടത് എന്നാണ് കൊടിക്കുന്നിൽ പറയുന്നത്. പക്ഷേ നേരത്തെ സുജിയ പറഞ്ഞതുപോലെ തന്നെ സുകുമാരൻ നായരാകട്ടെ കോൺഗ്രസിനുമായി നേതാക്കളുമായി വലിയ അടുപ്പമുള്ള ആളാണെന്നും പക്ഷേ ചില നേതാക്കൾ കാരണം ആ അടുപ്പം ഇല്ലാതായെന്നൊക്കെ പറയുമ്പോഴും ഇപ്പോൾ ഈ കൊടിക്കുന്നിൽ സുരേഷിന്റെ ഈ സന്ദർശനം അത് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ അതിനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ കാണുന്നത് ഒരു മഞ്ഞുരുക്കലിന്റെ ഭാഗമായിട്ടാണ്. ഈ കൊടിക്കുന്നിൽ ഇപ്പോൾ അവിടെ എത്തുന്നത് തന്നെ ഒരു രാഷ്ട്രീയം തന്നെയാണ്, അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യവും ഉണ്ട്. നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞതുപോലെ തൻ്റെ പാർലമെന്റ് മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണെങ്കിൽ പോലും അവിടെ എത്തുന്നതിന് ഇപ്പോൾ ഒരു രാഷ്ട്രീയമുണ്ട്. അത് ചർച്ച ചെയ്തത് എന്താണെന്നോ, പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. താൻ പോകുന്നത് പതിവ് സന്ദർശനമാണെന്ന് മാത്രമാണ് പറഞ്ഞത്. എന്നാൽ ഇതിന് പിന്നിൽ നേരത്തെയുള്ള ഈ മഞ്ഞുരുക്കലിന്റെ ഭാഗമായിട്ട് ഒരു ഇടനിലക്കാരനായിട്ട് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നതിന് കൂടിയിട്ടാണോ അദ്ദേഹം പോയത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ കൊടിക്കുന്നിൽ വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ള. പക്ഷേ പെരുന്നയിൽ പോയി അദ്ദേഹത്തെ കണ്ടു എന്നുള്ള കാര്യങ്ങൾ കൊടിക്കുന്നിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മറ്റ് ഇടത്തോട്ട് തിരിയുന്ന, അതായത് NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരായിട്ട് ഇടത്തോട്ട് ചെരിയുന്നു എന്നുള്ളതിന്റെ ഒരു സമദൂരത്തിലെ ശരിദൂരം സംബന്ധിച്ചുള്ള ആശങ്കകൾ ഈ കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ല എന്നതാണ് നിലവിലത്തെ ഉത്തരം. താങ്ക് യു ദിലീപ് ദേവസ്യ.